ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഒരു ട്രാവലിംഗ് വ്ളോഗാണ്. നമ്മൾ ഇന്നലെ രാത്രി കണ്ണൂരെത്തി, ഞാനും ദീപുവായിട്ടും. അങ്ങനെ ഇന്ന് രാവിലെ അമ്മയും അച്ഛനൊക്കെ ബാക്കിലുണ്ട്. നമ്മള് 4 ആളും കൂടിയിട്ട് എവിടെ പോവാ ദീപോട്ടാ? നമ്മള് മൂകാംബിക ടെമ്പിളിലേക്ക് പോവാണ്. അപ്പം സമയം നല്ല നേരത്തെയാണ്, ഉറക്കൊക്കെ എണീറ്റ്. പിന്നെ എന്റെ സൗണ്ട് ചെറിയൊരു വ്യത്യാസമൊക്കെ കാണും നിങ്ങൾക്ക്. തണുപ്പൊക്കെ പിടിച്ച് ഫുൾ പോയിട്ട് ഇപ്പൊ ആദ്യം ഒന്ന് ശരിയായി വന്നേ ഉള്ളൂ. അപ്പൊ അതിന്റെ ഒരു അടപ്പൊക്കെ ഉണ്ട്. പിന്നെ രാവിലെ നേരത്തെ എണീറ്റേണ്ടതൊക്കെ ഉണ്ട്. അപ്പൊ നമ്മള് ബൈപ്പാസിൽ കയറി കുറച്ച് അങ്ങോട്ട് എത്തി. ഒരു 8 മണിയൊക്കെ കഴിയുമ്പോ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കണം. അപ്പൊ നിങ്ങൾക്ക് ട്രാവലിംഗ് വിശേഷങ്ങള് വഴിയെ കാണാം. അങ്ങനെ സമയം 8:30 ആവാനായിട്ടുണ്ട്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ടിയിട്ട് നിർത്തിയതാ. ഇന്ന് നമ്മൾ കാസർഗോഡ് ഇങ്ങോട്ട് എത്തി. അപ്പോൾ ഹോട്ടലുകളൊന്നും തുറന്നിട്ടില്ല, എന്തോ ഹർത്താലോ എന്തോ തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ത്യൻ കോഫി ഹൗസിൽ എത്തിയിട്ടുള്ളൂ ഫുഡ് കഴിക്കാൻ. എല്ലാവരും വേറെ വേറെ ഐറ്റംസ് ആയിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായത്. അച്ഛൻ ഓർഡർ ചെയ്തത് പുട്ടും ഗ്രീൻ പീസ് കറിയായിരുന്നു. പിന്നെ അമ്മയാണെങ്കിൽ പൂരി ബാജി. ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായത് മസാല ദോശയാണ്. മസാല ദോശേൻ്റെ കൂടെ ചട്നി സാമ്പാറും ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. വട നമ്മൾ സെപ്പറേറ്റ് പറയണം. പിന്നെ ഏട്ടൻ ഓർഡർ ചെയ്തിട്ടുണ്ടായത് പൊറോട്ടയും മുട്ട റോസ്റ്റും ആയിരുന്നു. ബാക്കി എല്ലാ ഫുഡും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. മസാല ദോശയ്ക്ക് ഇത്തിരി ചൂട് കുറവായിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ചിറങ്ങി, വണ്ടി കയറിയില്ല. ഒന്ന് ബാത്റൂമിലൊക്കെ പോയിട്ട് വരണ്ടിയിട്ട് പിന്നെ ഇവിടെ ഇരുന്നതാ. നല്ല ഫുഡായിരുന്നു. ഇന്ത്യൻ കോഫി ഹൗസിലെ ഫുഡിനെ പറ്റി ഇങ്ങനെ പ്രത്യേകിച്ച് ആരൊക്കെ പറഞ്ഞു തരണ്ടല്ലോ, നല്ല ഫുഡാണ്. പക്ഷേങ്കിൽ അച്ഛൻ പറയായിരുന്നു ഫുഡ് കഴിക്കുമ്പോൾ കോഫി ഹൗസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെ ഒരേ ടേസ്റ്റുള്ള ഫുഡാണ് കിട്ടുക എന്നൊക്കെ. പക്ഷേ വടകരയിൽ നിന്ന് ഒരിക്കൽ ഞാൻ കഴിച്ച ടൈം എനിക്ക് അത്ര ഇഷ്ടമായിട്ടുണ്ടായില്ല. ഒരു ചൂടില്ലാത്ത പോലെ എന്തോ ഒരു സാധാരണ ടേസ്റ്റ് ഫീൽ ചെയ്തില്ല. പക്ഷെ ഇവിടുന്ന് 4 ആൾ 4 ഐറ്റംസ് ഓർഡർ ചെയ്തത്. അമ്മ പൂരി ബാജി, ദീപുവേട്ടൻ പൊറോട്ടയും മുട്ട റോസ്റ്റ്, ഞാൻ മസാല ദോശ, അച്ഛൻ പുട്ട് ഗ്രീൻ പീസ് കറി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, എല്ലാം ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ എല്ലാവരും ടേസ്റ്റ് ചെയ്ത് നോക്കിയത്, റിവ്യൂ പറയണമല്ലോ. അപ്പോൾ പിന്നെ ഞാൻ എല്ലാവർക്കും ടേസ്റ്റ് ചെയ്യേണ്ടതല്ലേ. അപ്പോൾ ദീപുവേട്ടൻ ഇപ്പോൾ പേട വാങ്ങിക്കൊണ്ട് തന്നിട്ടുണ്ട്. ഞാൻ പണ്ട് ശങ്കരാചാര്യയിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ബിരിയാണി കഴിക്കാൻ പോയിരുന്നു ഇടയ്ക്ക്. കോഫി ഹൗസിലേക്ക് പോയിരുന്നു. അപ്പോൾ ബിരിയാണി കഴിച്ച് കഴിഞ്ഞിട്ട് 145 റുപ്യായിരുന്നു തോന്നുന്നു ബിരിയാണിക്ക്. ബാക്കി 5 റുപ്യ ഉണ്ടാവും. 5 റുപ്യക്ക് നമ്മളെപ്പോഴും പേടയായിരുന്നു വാങ്ങൽ. നല്ല ടേസ്റ്റുള്ള പേടയാണ്. അമ്മ ഇവിടെ ഇരിക്കുന്നുണ്ട്. പേട കഴിച്ചോ അമ്മ? അമ്മക്ക് ഞാൻ ക്യാമറയും കൊണ്ട് പോകുമ്പോൾ പേടിയാണ്, എന്തൊക്കെയാണ് ഞാൻ ക്യാപ്ചർ ചെയ്യാന്ന് പറയാൻ പറ്റില്ല എന്ന് പറയാം അമ്മ. അപ്പം നമുക്കിനി പോകാം. നമ്മളങ്ങനെ മംഗലാപുരത്തി. നല്ല റോഡായിരുന്നു. അതായത് എനിക്ക് തോന്നുന്നു കാസർഗോഡൊക്കെ ഒരുവിധം ബൈപ്പാസിന്റെ പണി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഞാൻ കുറച്ച് സമയം ഡ്രൈവ് ചെയ്തു. ബൈപ്പാസ് ആയതുകൊണ്ട് തന്നെ നല്ല സുഖം ഉണ്ടായിരുന്നു ഇങ്ങനെ ഓട്ടിച്ചിങ്ങെത്താൻ. മംഗലാപുരം കുറച്ച് ഇങ്ങോട്ട് വരെ ബൈപ്പാസ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മളൊരു സാധാ റോഡിലേക്ക് ഇറങ്ങി. അപ്പോൾ ഇവിടെ ഇപ്പോൾ കുറച്ച് ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ എത്ര സമയം എടുക്കും? 2.5 മണിക്കൂറുണ്ട് ഇനി. ഇപ്പം സമയം 10:30 അപ്പം നമ്മൾ ഉച്ചക്ക് ഫുഡ് കഴിക്കാൻ ആകുമ്പോഴേക്കും അവിടെ എത്തും. റൂമൊക്കെ നമ്മൾ ഓൾറെഡി ബുക്ക് ചെയ്തതാണ്. നമുക്ക് ഫുഡ് കഴിക്കുമ്പോൾ കാണാം. നമ്മൾ മൂകാംബിക എത്താനായിട്ടുണ്ട്. അപ്പോഴേക്കൊന്ന് മഴ പെയ്ത്. പക്ഷെ നല്ല രസമുണ്ട് ഈ റൂട്ട്. ഇങ്ങനെ 2 സൈഡും മരങ്ങളും ചെടികളൊക്കെ ആയിട്ട്. പക്ഷേ നല്ല കുലുക്കും ഉണ്ട്. ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. മഴയുള്ളത് നല്ലതാണ്. വെയിലിനെക്കാട്ടിലും നല്ലത് മഴയാണല്ലോ. കുറച്ച് ഇത്രയും സമയമൊക്കെ നല്ല വെയിലായിരുന്നു. പുറത്തേക്കൊന്നും അങ്ങനെ നോക്കാൻ പറ്റുന്നുണ്ടായിട്ടില്ല. പക്ഷെ ഈ റൂട്ടിൽ, ഇങ്ങനത്തെ ഒരു റൂട്ടിൽ കയറിയതിന് ശേഷം അങ്ങോട്ടൊന്നും മഴയില്ലെങ്കിലും ഇങ്ങനെ ഒരു മൂടി കെട്ടിയ കാലാവസ്ഥയാണ്. ഇനിയിപ്പോൾ എത്ര, ഒരു 20 മിനിറ്റും കൂടിയുണ്ട്.
നമ്മളങ്ങനെ ഇവിടെ എത്തിയിട്ടുണ്ട്. അശ്വതി ടൂറിസ്റ്റ്. ഇതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ റൂം. അമ്പലത്തിൻ്റെ അടുത്ത് നിന്ന് കുറച്ചും കൂടി ഇങ്ങോട്ട് വരാനുണ്ട്. ഇരുന്നിരുന്ന് എന്താ പറയുക മടുത്ത്. പക്ഷേ കുഴപ്പമില്ല, നമ്മൾ 6 മണിക്കൂറിൽ എത്തിയിട്ടുണ്ടായിരുന്നു. മുന്നേ മാമൻ വന്നിട്ടുണ്ടായിരുന്നു. മാമനൊക്കെ 7 മണിക്കൂർ എടുത്ത് എന്നാണ് പറഞ്ഞത്. നമ്മളെന്നാലും കുറച്ചുകൂടി നേരത്തെ എത്തി. നമ്മൾ പിന്നെ ഫുഡ് കഴിക്കാൻ, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ മാത്രമേ നിർത്തിയിട്ടുണ്ടായിട്ടുള്ളൂ, അല്ലാണ്ട് നിർത്തിയിട്ടൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ നമ്മൾ ഓൺലൈനിൽ ബുക്ക് ചെയ്തതാണ്, ഏതോ ഒരു ആപ്പ് ഏതാണെന്ന് മറന്നുപോയി. അപ്പം ദീപുവായിട്ട് പോയി നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇനിയിപ്പോൾ ലഗേജും കാര്യങ്ങളൊക്കെ എടുക്കണം. റോഡ് നല്ല റോഡായിരുന്നു. കാസർഗോഡ് തൊട്ടിട്ട് മംഗലാപുരമൊക്കെ നല്ല റോഡായതുകൊണ്ടാണ് നമുക്ക് ഇത്രയും വേഗം എത്താൻ പറ്റിയത്. അത് കഴിഞ്ഞ് മൂകാംബികയിലേക്കുള്ള ഉള്ളോട്ടുള്ള റോഡാണ് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടായത്. വേറെ പ്രശ്നമൊന്നും ഉണ്ടായില്ല. അപ്പോൾ നമുക്ക് ഉള്ളിലേക്ക് പോകാം. ഇതാണ് നല്ലൊരു ട്രഡീഷണൽ സെറ്റപ്പിൽ ദീപുവായിട്ടിനുള്ളിൽ പോയിട്ടുണ്ട്. നമുക്കും കൂടെ പോവാം. രണ്ട് റൂമാണ് ബുക്ക് ചെയ്തിട്ടുണ്ടായി. അടുത്തടുത്ത് തന്നെ കിട്ടിയിട്ടുണ്ടായിന്. ഇതൊരു റൂം, ഒരു വാഷ് ബേസിൻ, വാഷ്റൂം, ബാൽക്കണി ഉണ്ടാ? ബാൽക്കണി തീരെ വൃത്തിയില്ല എന്ന് അച്ഛന് പരാതി. പക്ഷെ റൂം നല്ല വൃത്തിയുണ്ട്. റൂമും TV ഒക്കെ ഉണ്ട്. വാഷ്റൂം അത്യാവശ്യം വൃത്തിയുണ്ട്. അടുത്തടുത്തൊക്കെ കുറേ റൂമുണ്ട്. പിന്നെ നമുക്കും അതേപോലെ തന്നെ വലിയ വ്യത്യാസമൊന്നുമില്ല. അതാ ബാൽക്കണി ഉണ്ട്. AC ഒന്നുമില്ല, നോൺ AC എടുത്തത്. പക്ഷെ കുഴപ്പമില്ല, റേറ്റിന് നല്ല റൂമാണ്, പൈസക്ക് പറ്റിയ റൂമാണ്. ബെഡും കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയുണ്ട്. പിന്നെ അത്യാവശ്യം നല്ല സ്പേഷ്യസ് അല്ലേ, നല്ല വലിയ റൂമാണ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഒന്ന് ബാത്റൂമിലൊക്കെ പോയിട്ട് ഫുഡ് കഴിക്കാൻ പോകണം. സമയം 1 മണിയായി. വിശക്കുന്നുണ്ട്. ഇവിടെ റിനോവേഷൻ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ താഴത്തെ റൂമൊന്നും അവൈലബിൾ അല്ല ഗ്രൗണ്ട് ഫ്ലോറിൽ. അതിൻ്റെതായ കുറച്ച് ബുദ്ധിമുട്ടും കുറച്ച് പൊടിയും കാര്യങ്ങളും വൃത്തിക്കുറവൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ല, റൂമും ബാത്റൂമും വലിയ മോശമില്ല. നമ്മൾ ഫുഡ് കഴിക്കേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. ചെറുങ്ങനെ മഴ പൊടിയുന്നുണ്ട്, പക്ഷെ വലിയ കുഴപ്പമില്ല. ക്ലൈമറ്റ് മൂടിക്കെട്ടിയ ക്ലൈമറ്റ് തന്നെയാണ്. അപ്പോൾ ഫുഡൊക്കെ എങ്ങനെ ഉണ്ടാവും ഒരു ഐഡിയ ഇല്ല. പോയി കഴിച്ച് വെക്കാം. ഞാൻ ഏകദേശം ഒരു 10-12 കൊല്ലത്തിന് മുകളിലായി മൂകാംബിക വന്നിട്ട്. ആ ടൈം നമ്മളൊരു ഹോട്ടലിൽ കയറി ഫുഡൊക്കെ ഓർഡർ ചെയ്ത് കഴിക്കാൻ തുടങ്ങിയത് വൻ ഫ്ലോപ്പായിരുന്നു. അങ്ങനെ അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു, കഴിക്കാണ്ടൊക്കെ ഇറങ്ങിപ്പോയതാണ്. പക്ഷെ അത് വെച്ചിട്ട് ഇപ്പം കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. റോഡൊക്കെ കുറച്ച് മോശമാണെങ്കിലും ബിൽഡിങ്ങൊക്കെ കുറേ പുതിയത് വന്നു. നമ്മളിപ്പോൾ ബുക്ക് ചെയ്ത ഹോട്ടൽ എത്ര 21 വർഷമാണ്. 21 വർഷത്തെ പഴക്കം ഉണ്ടെന്നാണ് പറഞ്ഞത്. അത് കാണാനുണ്ട്. പുറമേ നിന്ന് കാണുമ്പം നല്ല ഭംഗിയുള്ള ഹോട്ടലാണ്, പക്ഷേ എങ്കിൽ ഉള്ളിൽ സ്പേഷ്യസ് ആണ്. എന്നാലും അവിടെ ഇവിടെയൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന പോലെയാണ്. അത് ആ ഒരു പഴക്കമുള്ള ഇന്ത്യ. അപ്പോൾ താഴെയൊക്കെ ഇവർ റിനോവേഷൻ വർക്ക് എന്തൊക്കെയോ നടക്കുന്നുണ്ട്. അപ്പോൾ ഒരാൾ വന്ന് കണ്ട് ബുക്ക് ചെയ്യുകയാണെങ്കിൽ താഴത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ബുക്ക് ചെയ്യാൻ ചാൻസ് കുറവാണ്. പിന്നെ മുകളിലൊക്കെ കയറി നോക്കുമ്പം റൂമൊക്കെ വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ഒരു എന്താ പറയുക, പഴമേൻ്റെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. നമുക്ക് ഫുഡ് കഴിക്കാൻ പോവാം. കുറേ സമയം തണുത്ത് ഇരുന്നിട്ടാ തോന്നുന്നുണ്ട്. ഇവിടെ ഒരു ഹോട്ടൽ കാണുന്നുണ്ട്, ഒരു നോൺ വെജാണ്. ഇതാ അവർ പറഞ്ഞ നോൺ വെജ് ഹോട്ടൽ. ഇവിടെ ഒരു നോൺ വെജ് ഹോട്ടലുണ്ട്, പക്ഷെ നോൺ വെജ് വേണ്ട, നമുക്ക് വെജിറ്റേറിയൻ ഫുഡാണ് ഇന്ന് കഴിക്കേണ്ടത്. അല്ല ദിവേട്ടാ, വെജിറ്റേറിയൻ അല്ലേ നമ്മൾ? ഞാൻ ദീപാട്ടിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് വെജിറ്റേറിയൻ ആയാലോ ഫുള്ളായിട്ട്, പക്ഷെ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു അല്ലേ? ഞാൻ വെജ് ആയാലോ എന്ന് ചോദിച്ചപ്പോൾ സമ്മതിക്കില്ല എന്നല്ലേ പറഞ്ഞേ? നമുക്ക് പോവാം. നമ്മളിങ്ങനെ നടക്കുന്നത് ഹോട്ടലിൽ നിന്ന് ഒരു മലയാളി ഉണ്ടായിരുന്നു, ഇങ്ങനെ ഹെൽപ്പിന് വന്ന ആൾ. അയാൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ കുറച്ച് താഴെ ഒരു നോൺ വെജ് ഹോട്ടൽ ഉണ്ടെന്ന്. പക്ഷെ നമ്മൾ വെജ് അന്വേഷിച്ച് പോയതാണ്. അപ്പോൾ കാണാനും കുറച്ച് വൃത്തിയുള്ള സ്ഥലത്ത് കയറാമെന്ന് വിചാരിച്ച് നമ്മളിങ്ങനെ കുറേ മുന്നോട്ട് പോയപ്പോഴാണ് ശ്രീ ഗണേഷ് ഗ്രാൻഡ് എന്ന് പറഞ്ഞിട്ട് ഈ ഹോട്ടൽ കണ്ടിട്ടുണ്ടായത്. അങ്ങനെ നമ്മൾ അവിടെയാണ് കയറിയിട്ടുണ്ടായത്. നല്ല വൃത്തിയുണ്ട് എന്ന് മാത്രമല്ല, അത്യാവശ്യം സ്പേഷ്യസ് ആണ്. കുറേ ആൾക്കാർ ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നു. നല്ല തിരക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിൽ. നമ്മളങ്ങനെ ഓർഡർ കൊടുത്തിട്ടിരിക്കുന്ന ഇവിടെ കുറേ ഐറ്റംസ് ഉണ്ട്. വെജ് ബിരിയാണി, വെജ് പുലാവ്, മീൽസ്, ഫ്രൈഡ് റൈസ്, നൂഡിൽസ്, പിന്നെന്തായിരുന്നു പൊറോട്ട, റൊട്ടി, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്. ഞാനും ദീപുവായിട്ടും ഗോബി ഫ്രൈഡ് റൈസാണ് പറഞ്ഞത്. അച്ഛനും അമ്മയും 2 മീൽസ് പറഞ്ഞിട്ടുണ്ട്. ഫുഡ് വന്ന് കഴിച്ച് നോക്കിയാൽ ഫുഡ് എങ്ങനെയാണെന്ന് പറയാം. ഹോട്ടൽ നല്ല വൃത്തിയും നല്ല സ്പേഷ്യസും കാണാൻ നല്ല അടിപൊളി ഐറ്റം ഉണ്ട്. ഈ ഏരിയയിൽ വേറെ ഇങ്ങനത്തെ ഒരു അടിപൊളി ഹോട്ടൽ ഉണ്ട് തോന്നുന്നില്ല. നമ്മൾ ഫുഡ് വരട്ടെ. മീൽസ് വന്നിട്ടുണ്ട്. ചോറ്, പപ്പടം, 1, 2, 3, 4, 5 കറി, പിന്നെന്താ ഒരു
ചമ്മന്തി, ഒരു അച്ചാറ്, ഉപ്പേരി, ഇത്രയും സാധനങ്ങളുണ്ട്. ഒന്ന് തൈരല്ലേ? ഒന്ന് തൈര്. പിന്നെ ഇത് രസാ തോന്നുന്നുണ്ട്. അതെന്താ? പായസ? ആ, ഒരു പായസം ഉണ്ട്. പിന്നെ മറ്റേതെന്താ? സാമ്പാർ പോലത്തെ എന്തോ പരിപ്പ് കറിയാ അല്ലേ? പിന്നെ ഇതെന്താ? ഇത് രസോ? ഇത് എന്തോ മീൻകറീന്റെ കളറുള്ള എന്തോ പച്ചക്കറി. ആ, ടേസ്റ്റ് ചെയ്യൂ ഗൈസ്. എങ്ങനെയുണ്ട് ഫുഡ് എന്ന് പറയൂ. അപ്പോഴേക്ക് തണിഞ്ഞു പോവും. എന്ത് ചമ്മന്തിയാ? കടലേന്റെ ചമ്മന്തിയാ, പൊട്ടുകടല. അച്ചാരെന്താ? നാരങ്ങ മാങ്ങ അങ്ങാച്ചല്ലേ? നമ്മളെ ഗോബി ഫ്രൈഡ് റൈസ് വന്നിട്ടുണ്ട്. ദീപോട്ടെ ടേസ്റ്റ് ചെയ്ത് നോക്കുന്നതാണ് നമുക്ക് വേണ്ടിയിട്ട്. ഊത്, നല്ലോണം ഊത്. അടിപൊളിയാ. ഏട്ടൻ പറഞ്ഞ പോലെ തന്നെ ഞാനും കഴിച്ചു നോക്കി. നല്ല അടിപൊളി ഫുഡാണ്. നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. ഒരു ഫ്രൈഡ് റൈസ് രണ്ടാൾക്ക് കഴിക്കാൻ പറ്റും. എന്നെക്കൊണ്ട് ഇത് മുഴുവൻ കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിട്ടില്ല. ബാക്കി ഞാൻ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ചെയ്തിട്ടുണ്ടായത്. അതേപോലെ നല്ല ചൂടുണ്ടായിരുന്നു. ഫ്രഷ് ആയിട്ട് ഫീൽ ചെയ്തു. മസാലയൊക്കെ നല്ലതായിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് ഇറങ്ങി നമുക്ക് റൂമിലേക്ക് പോവാം. അച്ഛനൊന്ന് അമ്പലത്തിൻ്റെ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്. എന്തൊക്കെയാണ്, ഫോണൊക്കെ അലൗഡ് ആണോ എന്ന് അറിയില്ലല്ലോ. ഫോൺ അലൗഡ് അല്ലെങ്കിൽ വെറുതെ എടുത്ത് പോയിട്ട് ക്ലോക്ക് റൂമിൽ വെക്കുന്നതിന് നല്ല റൂമിൽ വെച്ചിട്ട് പോകുന്നതല്ലേ. അപ്പോൾ അതൊക്കെ ഒന്ന് അന്വേഷിക്കാൻ പോയിട്ടുണ്ട്. ഫുഡ് നല്ല ഫുഡായിരുന്നു. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. ആ ഫ്രൈഡ് റൈസൊക്കെ വലിയ രീതിയിൽ വിശപ്പില്ലെങ്കിൽ എനിക്ക് മുഴുവൻ കഴിക്കാൻ പറ്റിയില്ല. രണ്ടാൾക്ക് കഴിക്കാൻ പറ്റുന്ന അത്രയും പോർഷൻ ഉണ്ടായിരുന്നു. പിന്നെ മീൽസ് ആയാലും രണ്ടാമത് ചോറൊക്കെ കൊണ്ടുവരുന്നുണ്ട് നമുക്ക് ആവശ്യത്തിന്. അതിൻ്റെ കൂടെയുള്ള സൈഡ് കറികളും പായസവും ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ സർവീസും അടിപൊളി. സർവീസും ക്ലീനാണ് പറയേണ്ടത്. ഇത്രയും തിരക്കും ഫുൾ ടൈം ഇങ്ങനെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ഇത്രയും തിരക്കും കാര്യങ്ങളും ഉണ്ടായിട്ട് ഇത്രയും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് വെക്കാൻ പറ്റുന്നതിന് ശരിക്കും വലിയൊരു കാര്യമല്ലേ. അപ്പോൾ ഇനി ഒന്ന് റൂമിൽ പോയി കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് എടുക്കണം. അത് കഴിഞ്ഞ് ഒരു 5 മണിയൊക്കെ ആകുമ്പോഴേക്കാണ് നമ്മൾ അമ്പലത്തിലേക്ക് പോകാമെന്ന് വിചാരിക്കുന്നത്. 3 to 9 ഇനി, അതായത് അമ്പലത്തിൽ കയറാൻ പറ്റുന്ന ടൈം. ഇപ്പോൾ 1:30 വരെയായിരുന്നു നമുക്ക് അമ്പലത്തിൽ കയറാൻ പറ്റുക, ഉച്ചക്ക് 1:30 വരെ. ഇനിയിപ്പം വൈകുന്നേരം 3 മണി തൊട്ടിട്ട് 9 മണി വരെയാണ് പറ്റുക. അപ്പം നമുക്കിപ്പം കുറച്ച് നേരം റൂമിൽ പോയിട്ട് കിടന്നുറങ്ങാം. അങ്ങനെ നമ്മൾ റെഡിയായി ഇറങ്ങി. ഞാൻ എൻ്റെ സേവ് ദ ഡേറ്റിൻ്റെ ഹാഫ് സാരിയാണ് ഇട്ടത്. ദീപേട്ടൻ എനിക്ക് മാച്ചായിട്ട് മെറൂൺ കളർ ഷർട്ടും മുണ്ടൊക്കെ ഇട്ടിട്ടുണ്ട്. മുടി കുറച്ചൊന്ന് പറ്റിപ്പോയി തല കുളിച്ചിട്ട്. അപ്പോൾ സമയം 5 മണി ആവാനായിട്ട് നമ്മൾ 5 മണിക്ക് ഇറങ്ങാൻ തന്നെയായിരുന്നു പ്ലാൻ ചെയ്തത്. 9 മണി വരെയാണ് ദർശനം. അതിനുള്ളിൽ ക്യൂ ഒക്കെ എന്തായാലും ഉണ്ടാവും. പിന്നെ വെക്കേഷനൊന്നും സമയമൊന്നും അല്ലാത്തതുകൊണ്ട് വലിയ തിരക്കുണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കാം. അതിനിടയ്ക്ക് നമ്മൾ റെഡി ആകുമ്പോൾ മയിൽ കരയുന്ന സൗണ്ടൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. എനിക്കിങ്ങനെ മുടി പറ്റി കിടക്കുന്നതുകൊണ്ട് ഭയങ്കര ഒരു ഇടങ്ങേറ്. നല്ല കുപ്പികളെയൊക്കെ ഇട്ടിട്ടുണ്ട്. അച്ഛനും അമ്മയും ബാക്കിലുണ്ട്. അച്ഛൻ വേഷ്ടിയാണ്, അതുകൊണ്ട് അച്ഛൻ ഇവിടുന്ന് ടീഷർട്ട് ഇട്ടിട്ട് പോകുന്ന, അമ്മ സാരി. ഈ സാരി നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഞാൻ ആനിവേഴ്സറി ബർത്ത്ഡേ അമ്മേ ഏതായിരുന്നു? അമ്മേൻ്റെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കൊടുത്ത സാരിയാണ്. അതെ, രാത്രി 12 മണിക്ക്. അപ്പോൾ അമ്പലത്തിൻ്റെ ഉള്ളിൽ ഫോണ് കൊണ്ടുപോകാൻ പറ്റുന്നതാണ് ഇവിടെയുള്ള ആൾക്കാരൊക്കെ പറഞ്ഞത്. നമുക്ക് പോയി നോക്കാം. ഇവിടെ വഴിക്ക് കുരങ്ങനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ആ വീട്ടിലേക്ക് കയറിപ്പോയി. കണ്ടോ ഈ വീട് കാണുന്നുണ്ടോ? ഇവിടെ ടവർ, അതിൻ്റെ ബാക്കിലൊരു വീടുണ്ട്. കാട് മറിഞ്ഞിട്ട് കാണായിട്ടോ നിങ്ങൾക്ക്? ഇപ്പം ഇല്ല. നേരത്തെ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് വരുമ്പോൾ ഫുള്ള് കുരങ്ങനുണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് അമ്പലത്തിൽ കയറി തൊഴാം. അമ്പലത്തിൽ ഫോൺ അലൗഡ് ആണെങ്കിൽ ഞാൻ ഉള്ളിലത്തെ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. നമ്മൾ കയറി തൊഴുത് അർച്ചനയൊക്കെ കഴിപ്പിച്ചു.
സ്പെഷ്യൽ അർച്ചനയാണ്. സ്പെഷ്യൽ അർച്ചന എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ 50 രൂപേൻ്റെ അർച്ചനേൻ്റെ ഷീട്ട് മുറിച്ച് കഴിഞ്ഞാൽ നമ്മളിരുത്തി കുറച്ചിങ്ങനെ നാമൊക്കെ പറഞ്ഞ് ജപിക്കേണ്ടിയിട്ട് അത് കഴിഞ്ഞ് സഹസ്രനാമ കുങ്കുമാർച്ചന. അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് അരിയൊക്കെ തരും. എന്നിട്ട് നമുക്ക് പ്രസാദം തരിക ചെയ്യാം. അത് നോർമൽ 30 രൂപേൻ്റെ അർച്ചനയുണ്ട്. അത് നമുക്ക് ജസ്റ്റ് കുങ്കുമത്തിൽ അത്രയേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പ്രദക്ഷിണമൊക്കെ വെച്ച് വന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം നമ്മൾ നേരത്തെ വന്നത് കൊണ്ട് നന്നായി. ഞാൻ നിങ്ങൾക്കിപ്പോൾ ക്യൂ കാണിച്ചു തരാം. അവിടുത്തെ ഫുൾ തിരക്കായിട്ടുണ്ട്. 500 രൂപേൻ്റെ ക്യൂ ഉണ്ട്. അതിൽ വരെ തിരക്കുണ്ട്. പൈസ കൊടുത്തിട്ട് ആൾക്കാർ വേഗം കയറാൻ നോക്കുകയാണ്. കാണിച്ചു തരാം. ഈ ക്യൂ കണ്ടു. ഇത് 3 ചുറ്റിൽ ചുറ്റിയിട്ട് അങ്ങോട്ടാണ്. ഇതാണ് ജസ്റ്റ് നിങ്ങളൊരു ഗോപുരം കാണുന്നില്ലേ, ഗോപുരം അവിടെ. ആ ഗോപുരത്തിൻ്റെ അപ്പുറത്ത് നിന്ന് ക്യൂ ഉണ്ട്. ആ ക്യൂ ആണ് ഇങ്ങനെ ചുറ്റിയിട്ട് ഇവിടം വരെ വരുന്നത്. അത്ര തിരക്കായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് നേരത്തെ വന്നുകൊണ്ട് നമ്മൾ 2 പ്രാവശ്യം ഉള്ളിൽ കയറി തൊഴുതു. വലിയ തിരക്കൊന്നും ഉണ്ടായിട്ടില്ല. നമുക്ക് ഇവിടുന്ന് ഡയറക്റ്റ് ആ ഒരു ഒറ്റ ചുറ്റം വന്നു, റോ വന്ന് അങ്ങനെ ഉള്ളിൽ കയറി തൊഴുക ചെയ്തിട്ടുണ്ടായത്. പ്രസാദമൊക്കെ വാങ്ങാനും അർച്ചനയൊക്കെ വേഗം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുന്നത് 6:45 സമയം. 7 മണിക്ക് ദീപാരാധനയുണ്ട്. തിരക്ക് കുറയൂല, എന്നാലും നമുക്ക് പുറത്തുനിന്നെങ്കിലും ഒന്ന് തൊഴാമെന്ന് വിചാരിച്ചിട്ടാണ്. അത് കഴിഞ്ഞ് 9 മണിക്ക് കഷായ പൂജയുണ്ട്. അപ്പോൾ ഒന്നിക്കൽ നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് തിരിച്ചു വരും, അല്ലെങ്കിൽ നമ്മളിവിടെ തന്നെ ഇരുന്ന് കഷായ പൂജ കഴിഞ്ഞിട്ട് നേരെ ഭക്ഷണം കഴിച്ച് റൂമിൽ പോകായിരിക്കും. അറിയില്ല, നോക്കാം. തിരക്ക് എങ്ങനെയാണെന്നൊക്കെ അനുസരിച്ച് ചെയ്യാം. ഇവിടെ സീനിയർ സിറ്റിസൺ ഇരിക്കേണ്ട സീറ്റാണ്. നിങ്ങൾ സീനിയർ സിറ്റിസൺ ആണോ? അല്ല. 60 വയസ്സിന് മുകളിലായോ? ആയിട്ടില്ല. ആരെയോ സീറ്റ് വെറുതെ വന്നിരിക്കുക നമ്മളെല്ലാവരും. നിങ്ങൾ സീനിയർ സിറ്റിസൺ ആണോ? അല്ല. ബുദ്ധി വളർച്ച കൊണ്ട് സീനിയർ സിറ്റിസണായി. നമ്മളിവിടെ ഇരിക്കുന്നതിന് ഇവിടെ കണ്ടോ ഒരു തൊട്ടിൽ പോലെ. തൊട്ടിലല്ല, അച്ഛൻ പറഞ്ഞത് ദേവീനെ ഇതിൻ്റെ അകത്ത് ഇരുത്തിയിട്ട് എപ്പോഴായിരുന്നു ശിവേലിക്ക് ദേവീനെ ഇതിലിരുത്തിയിട്ടാണ് പ്രദക്ഷിണം വരികയെന്നോ എന്തോ പറഞ്ഞത്. പക്ഷേ ഇതിപ്പോൾ എന്നിട്ടാണ് രഥത്തിൽ കയറ്റുക. പക്ഷേ ഇപ്പം ഇതിൽ എന്തൊക്കെയോ ചാക്ക് കെട്ടും വേറെ എന്തൊക്കെയോ സാധനങ്ങളാണ് കാണുന്നത്. ഇപ്പോൾ യൂസ് ചെയ്തില്ല തോന്നുന്നുണ്ട്. അപ്പോൾ ഇനി കുറച്ച് കഴിഞ്ഞിട്ട് കാണാം. എന്താണെന്ന് നോക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം നിങ്ങൾ. അങ്ങനെ ദീപാരാധനയൊക്കെ കണ്ടു തൊഴുതതിന് ശേഷം നമ്മൾ കുറച്ച് സമയം പുറത്ത് പോയിരുന്നു. സ്റ്റേജ് പ്രോഗ്രാംസ് ഒക്കെ കണ്ടതിന് ശേഷം കഷായ പൂജയുണ്ട്. അപ്പോൾ കഷായ പൂജയും കൂടി കഴിഞ്ഞ് നമ്മളെ പ്രസാദവും കൂടി വാങ്ങിയതിന് ശേഷമാണ് ഫുഡ് കഴിക്കേണ്ടിയിട്ട് പുറത്തേക്ക് പോകുന്നത്. ഉച്ചയ്ക്ക് ഞാൻ അത്രയും പറഞ്ഞ സ്ഥിതിക്ക് നിങ്ങൾക്ക് എന്തായാലും ഊഹിക്കാൻ പറ്റുമല്ലോ, രാത്രി നമ്മൾ സെയിം ഹോട്ടലിൽ തന്നെയാണ് ഫുഡ് കഴിക്കേണ്ടിയിട്ട് കയറിയത്, ശ്രീ ഗണേഷിൽ. അങ്ങനെ നമ്മൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി ഫുഡ് കഴിക്കാൻ വന്നിട്ടുണ്ട്. നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിടക്കെ തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ രാത്രി നമ്മൾ റൈസ് ഒന്നും പകരം റൈസിന് പകരം ബട്ടർ നാനും തന്തൂരി റൊട്ടിയും പിന്നെ പനീർ ബട്ടർ മസാലയും ഗോബി മഞ്ചൂരിയനാണ് പറഞ്ഞത്. അപ്പോൾ ഉച്ചക്കത്തെ ഫുഡൊക്കെ നല്ലതായിരുന്നു. അപ്പോൾ രാത്രിത്തെ ഫുഡ് അടിപൊളിയാവും പ്രതീക്ഷിക്കാം. പിന്നെ കണ്ടില്ല ഇവിടെ പാനിപ്പൂരിയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ലൈറ്റായിട്ട് ഒരു പാനിപ്പൂരി സെറ്റൊക്കെ പറയാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഫുഡ് വരട്ടെ. അങ്ങനെ ഫുഡ് വന്നിട്ടുണ്ട്. ബട്ടർ നാന്, പിന്നെ തന്തൂരി റൊട്ടി അച്ഛന് ബട്ടർ നാനോട് വലിയ താല്പര്യമില്ല. പിന്നെ ബട്ടർ നാൻ നമുക്ക് 3 പനീർ ബട്ടർ മസാല നല്ല കാണാൻ തന്നെ എന്ത് ഭംഗിയാന്ന് നോക്കിയാൽ നല്ല രസമുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ കുക്കുംബറൊക്കെ നല്ല ഫ്രഷ് ആയിരുന്നു. സാധാരണ ഹോട്ടലുകളിൽ കുറച്ചൊന്ന് ചീഞ്ഞ പോലെ, അതായത് കുറച്ചൊന്ന് വാടിയ പോലത്തതാണ് കിട്ടാറ്. ഇത് നല്ല ഫ്രഷ് ആയിരുന്നു. പിന്നെ നമ്മുടെ ഗോബി മഞ്ചൂരി, അതൊരു സെമി ഗ്രേവി ആയിരുന്നു. ഗോബി മഞ്ചൂരിയന് ചെറിയൊരു പൊളിപ്പുണ്ടായിരുന്നു. ബാക്കിയൊക്കെ അടിപൊളിയായിരുന്നു. ബട്ടർ നാനൊക്കെ സൂപ്പർ ആയിരുന്നു. ബട്ടറൊക്കെ അതിൻ്റെ മുകളിൽ അത്യാവശ്യം നല്ലോണം തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ഒലിച്ചിറങ്ങുന്നുണ്ടായിരുന്നു. അതേപോലെ തന്നെ പനീർ ബട്ടർ മസാല ആണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതെന്താ പറയണ്ടേന്ന് എനിക്ക് അറിഞ്ഞൂടാ, അത്ര ടേസ്റ്റ് ആയിരുന്നു. ദീപുവേട്ടന് സാധാരണ വെജ് ഫുഡിനോട് അത്ര താല്പര്യമില്ല, പക്ഷെ ദീപുവേട്ടൻ വരെ ആസ്വദിച്ച് കഴിക്കുന്നുണ്ടായിരുന്നു. അത്ര ടേസ്റ്റ് ഉണ്ടായിരുന്നു ഫുഡ് ഓവറോൾ. ലാസ്റ്റ് നമ്മളൊരു ദഹി പൂരിയും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ട്. 6 പീസാണ് വന്നത്. ഞാനും അമ്മയും മാത്രമേ കഴിച്ചുള്ളൂ, ഷെയർ ചെയ്ത് കഴിച്ചു. നമ്മളങ്ങനെ റൂമിലെത്തി. ഫുഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു, ശ്രീ ഗണേഷ് ഗ്രാൻഡ് എന്നാണ് ഹോട്ടലിൻ്റെ പേര്. അടിപൊളി ഫുഡ്, വെജിറ്റേറിയൻ ഹോട്ടലാണ്. പക്ഷെ എന്തൊരു ടേസ്റ്റാ, പനീറൊക്കെ വായിലിടുമ്പോൾ അലിഞ്ഞു പോയിരുന്നു. പിന്നെ ദഹിപൂരി,
ഗോബി മഞ്ചൂരിയൻ ഒക്കെ നല്ല ടേസ്റ്റ്. ബട്ടർ നാനൊക്കെ ഇത്രയും അടിപൊളി ബട്ടർ നാൻ ഞാൻ ആദ്യമായിട്ട് കഴിക്കുക. ശരിക്കും ബട്ടർ നാൻ അതിനെ വിളിക്കാം. ഇങ്ങനെ മുകളിൽ ബട്ടർ ഇങ്ങനെ ഒലിച്ചിറങ്ങിയായിരുന്നു. അപ്പം ഞാൻ മൂകാംബികയിലേക്ക് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഫുഡ് കഴിക്കാൻ പ്യുവർ വെജാണ് നോക്കുന്നതെങ്കിൽ എന്തായാലും അവിടെ പോകാൻ ഞാൻ സജസ്റ്റ് ചെയ്യുന്നുണ്ട്. അവർക്ക് തന്നെ റൂംസും അവൈലബിൾ ആണ് അതിൻ്റെ അടുത്ത് തന്നെ. ഇതിപ്പോൾ നമുക്ക് കുറച്ച് ദൂരെയാണ്, ഭക്ഷണം കഴിച്ച് കുറച്ച് നടക്കുമ്പോഴേക്കൊക്കെ ദഹിച്ചു. പക്ഷെ എന്നാലും ആരെങ്കിലും മൂകാംബികയിൽ വരുന്നുണ്ടെങ്കിൽ എന്തായാലും വിസിറ്റ് ചെയ്യാൻ പറ്റിയൊരു പ്യുവർ വെജ് ഹോട്ടലാണ്. അപ്പോൾ നമ്മൾ റൂമിലെത്തി, ഇനി ഒന്ന് ഫ്രഷ് ആയോ, ഡ്രസ്സ് മാറ്റണം, കിടക്കണം. സമയം 9:30 ആയിട്ടുണ്ട്. നാളെ നമ്മൾ ഒരു 5 മണി 5:30 ആകുമ്പോഴേക്ക് ഇവിടുന്ന് ഇറങ്ങാനുള്ള പ്ലാനിലാണ്. രാവിലെ ഒന്ന് തൊഴുതിട്ട് ഇറങ്ങാൻ വെച്ചാൽ അച്ഛന് ഉച്ചയാകുമ്പോഴേക്ക് നാട്ടിലെത്തേണ്ട ആവശ്യമുണ്ട്. അപ്പം ബാക്കി വിശേഷങ്ങൾ നാളെ കാണാം. അപ്പം ഇന്ന് ഗുഡ് നൈറ്റ്, ഗുഡ് മോർണിംഗ്. അപ്പം നെക്സ്റ്റ് ഡേ മോർണിംഗ് ആയി. നമ്മൾ റെഡി ആയിട്ട് അമ്പലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സമയം 5:30 ആയിട്ടുണ്ട്. അപ്പോൾ വേഗം തൊഴുതിറങ്ങിയാൽ നമുക്ക് വേഗം ഇവിടുന്ന് റിട്ടേൺ അടിക്കാം. പോകുന്ന വഴിക്ക് ഫുഡും കഴിച്ച് നേരെ ഉച്ചയാകുമ്പോഴേക്ക് വീട്ടിലെത്താമെന്ന് പ്രതീക്ഷിക്കാം. സമയം ഒരു 5:30 ആയിട്ടുള്ളൂ. നമ്മൾ വേഗം തന്നെ കയറി തൊഴുത് റിട്ടേൺ അടിക്കാന്നുള്ളത് കൊണ്ട് വേഗം കുറച്ച് നേരത്തെ ഇറങ്ങിയതാണ്. അപ്പോൾ പുറത്ത് വലിയ തിരക്ക് കാണാത്തതുകൊണ്ട് ഉള്ളിൽ തിരക്ക് നമ്മൾ പ്രതീക്ഷിച്ചില്ല. പക്ഷേ ഉള്ളിൽ നല്ല തിരക്കുണ്ടായിരുന്നു. അതുകൂടാണ്ട് എഴുത്തിനിരുത്തുന്നുണ്ടായിരുന്നു കുട്ടികളെ. അപ്പോൾ അതിൻ്റെ തിരക്കും കൂടി അവിടെ ഉണ്ടായിരുന്നു. നമ്മൾ അമ്പലത്തിൻ്റെ ഉള്ളിൽ എത്തിയിട്ടുണ്ട്. നല്ല ക്യൂവാണ്, ഫുൾ തിരക്കാണ്. ഇന്നലത്തേനെക്കാട്ടിലും ഭയങ്കര തിരക്കാണ്. അപ്പോൾ നമുക്ക് പരിചയമുള്ള ഒരാളുണ്ട്, മൂപ്പര് വരികയാണെങ്കിൽ നമുക്കൊരു 6 മണിക്ക് ചിലപ്പം ഉള്ളിൽ കയറാൻ പറ്റും. അപ്പോൾ നമ്മൾ അതിന് വെയിറ്റ് ചെയ്യാം. സമയം 5:45 ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മൂപ്പര് വരുമോ ഇല്ലയോ എന്ന് നോക്കാം. 6 മണി കഴിഞ്ഞിട്ട് പിന്നെ വെയിറ്റ് ചെയ്യൽ നടക്കില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് തൊഴുതിട്ട് പോകേണ്ടി വരും. എന്നാലും നമ്മൾ ഉള്ളിൽ കയറിയല്ലോ. അപ്പോൾ നോക്കാം. നമ്മൾ തൊഴുതിറങ്ങി. ഇനി സമയം 6:05. അപ്പം നമുക്കിനി തിരിച്ച് കണ്ണൂരും കോഴിക്കോടേക്കും പോവാം. ഇവരെ കണ്ണൂരാക്കാൻ നമുക്ക് കോഴിക്കോട് പോവാം. അപ്പോൾ നല്ലൊരു തണുപ്പെല്ലുണ്ട്. രാവിലത്തെ നല്ലൊരു കാലാവസ്ഥ. പക്ഷേങ്കിൽ സമാധാനത്തിൽ തിരക്കൊന്നും ഇല്ലാണ്ട് തൊഴാൻ വരികയാണെങ്കിൽ ഇന്നലെ ശനിയാഴ്ച ആയിട്ടും നമുക്ക് നല്ലോണം കയറി തൊഴാൻ പറ്റി. വൈകുന്നേരം ഒരു 4 മണി 4:30 അല്ലേ, ആ ഒരു സമയം വരുന്നതാണ് നല്ലത്. നമ്മൾ ഫുഡ് കഴിക്കേണ്ടിയിട്ട് കയറി. വണ്ടിയിൽ നിന്ന് ചെറുതായിട്ടൊന്ന് ഉറങ്ങിയ, പക്ഷേ അപ്പോഴേക്ക് വ്യൂവാട്ടം തട്ടി എണീപ്പിച്ച് അമ്മ നല്ലോണം ഉറങ്ങി. എന്നിട്ട് ഫുഡ് ഇവിടെ ഉടുപ്പി കഫേയല്ലേ, വെജിറ്റേറിയൻ അല്ലേ, വെജിറ്റേറിയൻ ഹോട്ടലാണ്. അച്ഛൻ ഒരു സെറ്റ് ഇഡ്ഡലി, അമ്മയും ഞാനും വ്യൂവാട്ടനും മസാല ദോശ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അച്ഛൻ്റെ ഇഡ്ഡലി നമ്മളത് വന്നില്ല. ഫുഡ് വരട്ടെ, എനിക്ക് ടേസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് പറഞ്ഞത്. പൊടി മസാല ദോശയാണ് നമ്മൾ 3 ആൾ ഓർഡർ ചെയ്തിട്ടുണ്ടായത്. പക്ഷേ പൊടി കുറച്ച് കൂടുതലായി പോയ പോലെ തോന്നി. നമുക്കിങ്ങനെ എണ്ണ കുറവും, എണ്ണയല്ലേ നെയ്യ് എന്താ അവർ ഒഴിക്കുന്നത് വെച്ചാൽ അത് കുറവും, പൊടി കൂടുതലായിരുന്നു. അപ്പോൾ പൊടി ഇങ്ങനെ നമുക്കിങ്ങനെ ചുരണ്ടി എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. മസാലയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കുറച്ച് മസാല ഉണ്ടായുള്ളൂ, പക്ഷേ എനിക്കത് മതി. ഞാൻ മസാല ദോശ വാങ്ങിക്കുന്ന സാധാരണ എപ്പോഴും മസാല ഇങ്ങനെ ബാക്കി ഉണ്ടാവും. നമുക്ക് തിന്ന് നോക്കാം. ദോശ ഭയങ്കര ക്രിസ്പി ആയിപ്പോയി. ഇത്ര ക്രിസ്പി ആവാൻ പാടില്ല. കുഴപ്പമില്ല. പിന്നെ ഇതിൻ്റെ കൂടെ കിട്ടിയ സാമ്പാറും ചട്നിയായിരുന്നു. സാമ്പാർ തീരെ നന്നായില്ല, ചട്നി ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ചട്നി കൂട്ടിയിട്ടാണ് മുഴുവൻ ദോശയും തിന്നെടുത്തത്. നമ്മൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞു, ഇവിടെ നിന്ന് ഇറങ്ങി. ഇനി നമുക്ക് നേരെ കണ്ണൂരേക്ക് പോവാം. ഇനി ലഞ്ചൊക്കെ കണ്ണൂർ എത്തിയതിന് ശേഷം ഫുഡ് സാധാരണത്തെ ഒരു ഉടുപ്പി ഹോട്ടലിൻ്റെ ആ ഒരു ടേസ്റ്റ് ഒന്നും തോന്നിയില്ല. എന്നാലും കുഴപ്പമില്ല. ഉടുപ്പി കഫേ റെസ്റ്റോറൻറ്റ് എന്ന പേര്. എന്നാലും അഡ്ജസ്റ്റ് ചെയ്യാം. നമ്മൾ എന്തായാലും വലിയ വിശപ്പൊന്നും ഇല്ലാണ്ട് ഭക്ഷണം കഴിക്കാൻ വരികയാണെങ്കിൽ എന്തായാലും ആർക്കും ഇഷ്ടപ്പെടില്ലായിരുന്നു. പക്ഷെ വിശന്നിട്ട് എങ്ങനെ കയറിയോണ്ടായിരിക്കും. അപ്പോൾ ഇനിയിപ്പം നമുക്ക് ഉച്ചക്ക് കാണാം. ഉച്ചക്കെല്ലാം കണ്ണൂർ എത്തിയിട്ട് കാണാം. അപ്പം ഞാനൊരു ഉറക്കം ഉറങ്ങട്ടെ. ദീപാട്ട് ചിരിക്കുന്നുണ്ട്, എന്നെ ഉറക്കാൻ വിടില്ല എന്നുള്ള അർത്ഥം. അത് ബൈപ്പാസ് എത്തുമ്പോൾ ഞാൻ ഓട്ടിക്കേണ്ടി വരും. അതുവരെ ഞാനൊന്ന് റെസ്റ്റ് എടുക്കാം.
അങ്ങനെ നമ്മൾ കണ്ണൂരെത്തി. അപ്പോൾ അച്ഛൻ വഴിക്ക് ഇറങ്ങി, അച്ഛന് വർക്കുണ്ട്. നമ്മൾ 3 മാത്രമാണ് വീട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ നമ്മൾ ഫുഡ് വാങ്ങിയിട്ട് പോകാമെന്നുള്ളതുകൊണ്ട് താഴെ ചൊവ്വയുള്ള 7 days ഉണ്ടല്ലോ, നമ്മുടെ മാളിൻ്റെ സൈഡിൽ വരുന്നത്, അവിടെയാണ് നിർത്തിയിട്ടുണ്ടായത്. 3 ടൈപ്പ് ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. ഞാൻ ചെമ്മീൻ, അമ്മ ചിക്കൻ, ദിബോട്ടൻ ബീഫ്. അങ്ങനെ ഫുഡൊക്കെ വാങ്ങിയിട്ട് നമുക്ക് നേരെ തിരിച്ച് വീട്ടിലേക്ക് പോകാം. ബ്ലോക്ക് ഉണ്ടായിരുന്നു അത്യാവശ്യം. അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. ഫുഡൊക്കെ വാങ്ങി വന്നു. ഇനി ഫുഡ് കഴിച്ച് കുറച്ച് സമയം റെസ്റ്റ് എടുത്തിട്ട് വൈകുന്നേരം ആകുമ്പോഴേക്കും ഞാനും ദീപുവേട്ടനും ഇറങ്ങും. കോഴിക്കോട് പോകേണ്ടിയിട്ട് നാളെ ദീപുവേട്ടന് വർക്കുണ്ട്. അപ്പോൾ ഇത്രയാണ് മൂകാംബിക വിശേഷങ്ങൾ, അതായത് മൂകാംബിക ട്രാവലിംഗ് വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ.